പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കൊലക്ക് കൊടുക്കുന്ന കാസയുടെ തീവ്രവാദി കെവിൻ പീറ്റർ ആരാണെന്ന് ഈ അച്ഛൻ പറയുന്നത് കേൾക്കൂ. കാസ യഥാർത്ഥത്തിൽ ഇപ്പോൾ RSSന്റെ ഒരു ബി ടീമാണ്. ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാസ ഒറ്റയ്ക്കല്ല, കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ ഒറ്റയ്ക്കല്ല. എന്തോ ഇവരാണോ? കലക്കി കലക്കി കലക്കി. നിങ്ങൾ എത്രമാത്രം കാസയെയും കെവിൻ പീറ്ററിനെ എതിർക്കുന്നുവോ അത്രമാത്രം കേരളത്തിൽ തെക്കേ അറ്റം തൊട്ട് വടക്കേ അറ്റം വരെയുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ ഹൃദയങ്ങളിലേക്ക് കാസയ്ക്ക് ഇടം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛൻ തെറ്റിദ്ധരിച്ചു. ഞങ്ങളാരും കാസ എതിർക്കുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ വെറും തോന്നൽ മാത്രമാണത്. പിന്നെ കാസ എതിർക്കുന്നത് ഇവരാ. അച്ഛൻ ഇവരോടൊന്നും പറയാൻ ധൈര്യമുണ്ടോ അച്ഛന്? പറയൂ അച്ഛ. കാസയുടെ പ്രവർത്തകർക്ക് അച്ഛൻ പ്രത്യേകം എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിന്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെയുള്ള എല്ലാ PLR പ്രവർത്തകരുടെയും അകമഴിഞ്ഞ പിന്തുണയും അകമഴിഞ്ഞ കൂട്ടായ്മയും കാസയുടെ പ്രവർത്തനങ്ങൾക്കും കാസയുടെ പ്രവർത്തകർക്കും ഉണ്ടായിരിക്കും. എന്തിനാ അച്ഛാ നിങ്ങൾക്ക് ഈ സൂക്കേട്? ഈ കാസ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം വിരോധം കംപ്ലീറ്റ് നാക്കിലേക്ക് തള്ളിക്കൊടുക്കുക. ഇതല്ലേ നിങ്ങളുടെ ഈ പ്രവർത്തനം? അല്ലാതെ എന്താണ് കാസന്റെ പ്രവർത്തനം? എന്തിനാ അച്ഛാ? മണ്ടയിൽ മുടിയല്ലേ പോയിട്ടുള്ളൂ, ഉള്ളിൽ ബ്രെയിനില്ലേ, ഉള്ളിൽ തലച്ചോറില്ലേ? പേട്ടത്തലയാണെങ്കിലും തലച്ചോറുണ്ടാവൂലേ? ചിന്തിച്ചൂടെ? എന്തിനാണ് ഇസ്ലാം വിരോധം നിങ്ങൾക്ക്? നിങ്ങൾ ആരെങ്കിലും ഇസ്ലാം കടിക്കാൻ വന്നാ? ആരും വന്നില്ലല്ലോ. പിന്നെ എന്തിനാ നിങ്ങൾ ഈ കാസ എന്ന ടീം ഉണ്ടാക്കി ഇസ്ലാമിനെ വെറുതെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്ക്? ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ന് പറയാം. തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ കാസ ചെറുപ്പക്കാരുടെ ഹൃദയങ്ങൾ കീഴടക്കി എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ നിറച്ചു കൊടുക്കുന്ന വിഷം, വർഗീയ വിഷം, ഇസ്ലാം വിരോധ വിഷം ഈ ചെറുപ്പക്കാരുടെ അകത്തളങ്ങളിൽ നിറച്ചു കൊടുത്തുകൊണ്ട് അവരുടെ ജന്മം കൂടി പാഴാക്കണോ? നിങ്ങളൊന്നും കർത്താവിനെ വിശ്വസിക്കുന്നില്ലേ? കർത്താവ് എന്താ പറയുന്നത്? എല്ലാ മതക്കാരെയും ബഹുമാനിക്കാനല്ലേ പറയുന്നത്? പേട്ടത്തല അച്ഛ, മണ്ടയിൽ മുടിയല്ലേ പോയിട്ടുള്ളൂ, തലച്ചോറുണ്ടല്ലോ, ചിന്തിച്ചൂടെ? വയസ്സൊക്കെ ഒരുപാട് ആയില്ലേ അച്ഛാ? ഇനി പോണ്ടേ? കല്ലറയൊക്കെ ഒരുക്കണ്ടേ അച്ഛാ? മറ്റുള്ള മതങ്ങളോടുള്ള വർഗീയ വിഷം കളയൂ അച്ഛാ. കാസ ഒറ്റക്കല്ല, കാസന്റെ കൂടെ യൂദാസിനെ പോലെ കുറെ ടീംസ് ഉണ്ട്. ഇതുവന്മാര് നിങ്ങളുടെ ഉപകാരം, നിങ്ങളുടെ സഹായം എന്ന് അവസാനിക്കുന്നുവോ അന്ന് നിങ്ങളുടെ തലയെല്ലാം തറയിലാണ് എന്നുള്ള ചിന്താഗതി മനസ്സിലാക്കുക. വയസ്സെല്ലാം ഒരുപാടായി, ഇനി പോണ്ടേ? സെമിത്തേരിയിലേക്ക് ഒന്ന് പോയി കറങ്ങണ്ടേ? ഓക്കെ, ഓൾ ദ ബെസ്റ്റ് അച്ഛാ.